വൈക്കം നഗരസഭയിൽ മാലിന്യ നീക്കം മുടങ്ങിയതിനെ ചൊല്ലി ബി.ജെ.പി. കൗൺസിലർമാരുടെ ശക്തമായ പ്രതിഷേധം. നഗരസഭയുടെ ക്ലീൻ സിറ്റി ആരോഗ്യ വിഭാഗം ഓഫീസ് ബി.ജെ.പി. കൗൺസിലർമാർ അടച്ചുപൂട്ടി. ചെയർമാനും ഉദ്യോഗസ്ഥരും പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. മാസങ്ങളായി വൈക്കം നഗരസഭയിലെ മാലിന്യം നീക്കം മുടങ്ങിയെന്നാരോപിച്ചാണ് ബി.ജെ.പി. കൗൺസിലർമാർ നഗരസഭാ ഓഫീസിനുള്ളിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. നഗരസഭയിലെ ക്ലീൻ സിറ്റി ആരോഗ്യ വിഭാഗം ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പുറത്തിറക്കിയ കൗൺസിലർമാർ ഓഫീസ് അടച്ചുപൂട്ടുകയും ചെയ്തു. ബി.ജെ.പി. കൗൺസിലർമാരുടെ വാർഡുകളായ 7, 9, 20 എന്നീ വാർഡുകളിലാണ് മാലിന്യം നീക്കം ചെയ്യാതെ ദുരന്തം വിതയ്ക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഓടയിൽ നിന്നും കോരിവെച്ച മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും റോഡരികൾ തന്നെ കിടക്കുകയാണ്. ഇവയിൽ പലതും പുല്ലും ചെടിയും വളർന്ന് കാടുകയറിയ അവസ്ഥയാണ്. ഇത് കാൽനടക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നു. നഗരസഭാ ചെയർമാനോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും പലതവണ പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ പരിഹാരവും കാണാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു കടുത്ത പ്രതിഷേധത്തിലേക്ക് കടന്നതെന്ന് കൗൺസിലർമാർ പറഞ്ഞു. തങ്ങളുടെ വാർഡുകളോട് പക്ഷാപാതപരമായ നിലപാടാണ് ചെയർമാൻ സ്വീകരിക്കുന്നതെന്നും ബി.ജെ.പി. അംഗങ്ങൾ ആരോപിച്ചു. ബി.ജെ.പി. കൗൺസിലർമാരായ എം.കെ. മഹേഷ്, ആർ. അനീഷ്, വി. അമ്പിളി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു നഗരസഭാ ഓഫീസിലെ പ്രതിഷേധ സമരം. വരും ദിവസങ്ങളിലും പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കൗൺസിലർമാരുടെ തീരുമാനം. വലിയ രീതിയിൽ വെള്ളക്കെട്ടും മാലിന്യം തിങ്ങി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ളത്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികളും കണ്ടിയൻസി ജീവനക്കാരും വെട്ടിവെച്ചിട്ടുള്ള ഓടയ്ക്ക് മുകളിലടക്കി ഇറക്കിയിരുന്ന വേസ്റ്റുകളെല്ലാം കുറേയെല്ലാം ഒഴുകി ഓടയിലേക്ക് തന്നെ തിരിച്ചുപോയി. ബാക്കിയുള്ളതിൻ്റെ പുറത്ത് പുല്ല് കിളിർത്ത് ചെടി വരെ കിളിർത്ത് നിൽക്കുക. ഈ മാലിന്യങ്ങളെല്ലാം ഇങ്ങനെ റോഡുകളിൽ കൂടി കിടക്കുന്നതിൻ്റെ പുറത്ത് ആൾക്കാർ കൊണ്ടുവന്ന് വേസ്റ്റ് നിക്ഷേപിക്കുകയും തെരുവ് നായ്ക്കൾ ഇതിൻ്റെ പുറകെ വരികയും നഗരത്തിൽ ഇപ്പോൾ ജീവിതം ദുസ്സഹമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഇതിൽ കഴിഞ്ഞ ഒരു 6-7 മാസക്കാലമായിട്ട് ഈ ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം ഇതിനെതിരെ യാതൊരു നടപടികളും ഈ തെരുവുനായ ശല്യത്തിനോ നഗരത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനോ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള യാതൊരുവിധ നടപടികളും ഇവിടെ സ്വീകരിച്ചിട്ടില്ല.